ഹായ് ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 75, സോർട്ട് കളേഴ്സ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അറേ തരും. അതിനകത്ത് കളേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ബേസിക്കലി 0, 1, 2 നമ്പേഴ്സ് ആണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പം 0, 1, 2 നമ്പേഴ്സിനെ നമുക്ക് സോർട്ട് ചെയ്യണം. 0, 0 ആദ്യം വരണം, പിന്നെ 1, 0, പിന്നെ 2, 0. ഇത് ജസ്റ്റ് ഒരു സോർട്ട് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് അത് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് ആലോചിക്കണം. അപ്പോൾ ഇതിനകത്ത് യൂഷ്വലി ചെയ്യുന്നത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് 3 പോയിന്റർ അൽഗോരിതം അല്ലെങ്കിൽ ഡച്ച് നാഷണൽ ഫ്ലാഗ് അൽഗോരിതം എന്ന് പറയും. അതാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ. നമുക്ക് 3 പോയിന്റ് അൽഗോരിതം തന്നെ നോക്കാം. 3 പോയിന്റ് അൽഗോരിതം. അപ്പോ ഇതിനകത്ത് ബേസിക്കലി വരുന്നത് നമ്മളൊരു ഇൻറ്റ് എൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ 0 ഇട്ട് കണക്കാക്കും. പിന്നെ ഒരു മിഡ് എം നമ്മൾ പിന്നെ 0 കണക്കാക്കും. ഇൻറ്റ് ആ റൈറ്റ് സൈഡ് നമ്മൾ നംസ് സൈസ് ഓക്കെ. സോ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അറേ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലും എമ്മും ലെഫ്റ്റും മിഡും ഇതായിരിക്കും, ആദ്യം 2 ആയിരിക്കും, ആദ്യം റൈറ്റ് 0 ആയിരിക്കും. നമ്മൾ മിഡ് ആയിരിക്കും, മിഡ് വെച്ചാൽ നമ്മളിത് മൊത്തം ചെയ്യാൻ പോകണം. മിഡ് 0 ആണെന്നുണ്ടെങ്കിൽ മിഡ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് മിഡും സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റും മിഡും പ്ലസ് പ്ലസ് അടിക്കും. മിഡ് 1 ആണെന്നുണ്ടെങ്കിൽ മിഡ് മാത്രം പ്ലസ് പ്ലസ്. മിഡ് 2 ആണെന്നുണ്ടെങ്കിൽ മിഡും ആറും സ്വാപ്പ് ചെയ്തിട്ട് 6 മൈനസ് മൈനസ് അടിക്കും. നമ്മൾ ആലോചിക്കുക അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ. നമ്മൾ കാര്യം എന്ന് വെച്ചാൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് 0ന്റെ സോണാണ്, മിഡ് എന്ന് പറയുന്നത് 1ന്റെ സോണാണ്. അത് കണക്ക് 6 എന്ന് പറയുന്നത് 2ന്റെ സോണാണ്. അപ്പോൾ 0 വരുന്നതെല്ലാം 0 സോണായിട്ട് കൊണ്ടുപോകും, 1 വരുന്നതെല്ലാം 1ൽ കിടക്കുന്നോളും, 2 വരുന്നതെല്ലാം 6ന്റെ സോണിൽ കൊണ്ടുപോകും. പക്ഷെ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളിവിടെ ഒരു കണ്ടീഷൻ വൈൽ നോക്കുന്നത് മിഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് ലെസ് ദാൻ വന്നത്, ലെസ് ദാൻ ഈക്വൽ ടു എന്ത് വന്നു, ലെസ് ദാൻ വരാൻ ലെസ് ദാൻ ഈക്വൽ ടു എന്തുകൊണ്ട് വന്നു? മിഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാൻ കാരണം ലാസ്റ്റ് കണ്ടീഷൻ, ലാസ്റ്റ് ഐറ്ററേഷനിൽ നമുക്ക് മിഡ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ, ആ ഒരു എലമെന്റ് മിഡ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ എലമെന്റും കൂടെ നമുക്ക് ചെക്ക് ചെയ്താലേ നമ്മുടെ ഫുൾ അറേ സോർട്ട് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് എലമെന്റ് മിസ്സായി പോകും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അറയ്ക്കകത്ത് ഒരു എലമെന്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം, ആകെ ഒറ്റ എലമെന്റ്. അപ്പം ഇതിനകത്ത് മിഡും എല്ലും ആറും എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വെറും ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പിനകത്ത് കയറത്തോലും ഇല്ല കോഡ്. അപ്പം നമ്മൾ ലെസ് ദാൻ ഈക്വൽ ഉണ്ടെങ്കിൽ ആ ഫൈനൽ എലമെന്റ് മിഡ് ഈക്വൽ ടു ആ റൈറ്റ് എന്ന് പറയുന്ന എലമെന്റ് കൂടെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെസ് ദാൻ ഈക്വൽ ടു 6 കൊടുക്കും. ഓക്കെ. അടുത്ത നമ്മളുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ചെയ്തോളാം ഞാൻ പറയാം, ബാക്കി ചെയ്തുകൊണ്ടിരിക്കാൻ പറയാം. വൈൽ ലെസ് ദാൻ ഈക്വൽ ടു ആർ ഇഫ് നംസ് ഓഫ് എം ഈക്വൽ ടു 0, എന്താ പറഞ്ഞാൽ 0 ആണെങ്കിൽ നമ്മൾ എല്ലിന്റെ സോണിൽ കൊണ്ടുപോകും. സ്വാപ്പ് നംസ് ഓഫ് ലെഫ്റ്റ് അല്ല എല്ല് നംസ് ഓഫ് എം. അപ്പോ സ്വാപ്പ് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എമ്മും പ്ലസ് പ്ലസ് അടിക്കണം, എല്ലും പ്ലസ് പ്ലസ് അടിക്കണം. എന്താ കാരണം, നമ്മളിപ്പം 0 കണ്ടുകൂടെ. അല്ല, നമുക്ക് ആദ്യം 2-2-ലായിരിക്കുമല്ലോ മിഡ് വാല്യൂ, ആദ്യം 2-ലും മിഡ് വാല്യൂ 2 കണ്ടു, സ്വാപ്പ് ചെയ്തു 6 അപ്പോൾ 0 ഇവിടെ വന്നു. 6 ഇവിടെ നിന്ന് ഇവിടെ എത്തി, 1-ലെത്തി 6, പക്ഷേ ഇവിടെ തന്നെ ആയിരിക്കും വാല്യൂ മാറും. അപ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നു, പണിയായ മോനെ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഇവിടെ ബേസിക്കലി 0 ആണല്ലോ. 0 ആകുമ്പോൾ നമുക്ക് 0 ആണെങ്കിൽ എല്ലും എമ്മും സ്വാപ്പ് ചെയ്യുന്നു, അണ്ട് എമ്മും പ്ലസ് പ്ലസ് എൽ പ്ലസ് പ്ലസ്. എല്ലിലേക്ക് സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലിലൊരു 0 എക്സ്ട്രാ, ആ സോണിൽ ഒരു 0 എക്സ്ട്രാ ആഡ് ആവില്ലേ, അതുകൊണ്ട് നമ്മൾ എല്ല് പ്ലസ് പ്ലസ് ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് എം പ്ലസ് പ്ലസ് ചെയ്യും? എം പ്ലസ് പ്ലസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ല് എപ്പോഴും എമ്മിനെക്കാട്ടി കുറവായിരിക്കും. എൽ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ എം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, നമ്മൾ
എം സ്വാപ്പ് ഔട്ട് ചെയ്യുമ്പം നമ്മുടെ എമ്മിലേക്ക്, അതായത് എല്ലും എമ്മും സ്വാപ്പ് ചെയ്യുമ്പോൾ എമ്മിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഈ ഒരു രണ്ട് ഓപ്ഷനേ ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് എല് ലെസ് ദാൻ എമ്മും ആണ്, 0 1 മാത്രമേ സ്വാപ്പ് ഔട്ടും ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു പാർട്ട് ഓൾറെഡി സോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എം പ്ലസ് അടിക്കുന്നത്. അപ്പം നമ്മൾ എം പ്ലസ് പ്ലസ് അടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അതേ നമ്പർ പിന്നെയും ഒന്നുകൂടെ ചെക്ക് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്ത് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മുടെ എം പ്ലസ് പ്ലസ് അടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എൽസ് നംസ് ഓഫ് എം 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യം, എമ്മിൻ്റെ സോൺ 1 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എം പ്ലസ് പ്ലസ് ഒന്നും സ്വാപ്പ് ചെയ്യില്ല. എൽസ് ഇഫ് നംസ് ഓഫ് എം 2 ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് സ്വാപ്പ് ചെയ്യും? ആറായിട്ട് സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് നംസ് ഓഫ് എം നംസ് ഓഫ് ആർ, എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ 6 മൈനസ് ചെയ്യും. 6 മൈനസ്. ഓക്കെ, ഇതൊരു അൽഗോരിതം ആണ്. ഇത് ഓർത്ത് വെക്കാനേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. ചില സമയത്ത് ഫുള്ളി മനസ്സിലാവണമെന്നില്ല ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ലെസണർ ഈക്വൽ ടു വന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ 2 പ്ലസ് ഇവിടെ അടിക്കുന്നത്, പക്ഷെ ഇവിടെ 2 പ്ലസ് അടിക്കുന്നില്ല, 2 മൈനസ് അടിക്കുന്നില്ല. കുറച്ച് കാര്യമാണ്. പക്ഷേ ഇത് ഡച്ച് നാഷണൽ ഫ്ലാഗ് അൽഗോരിതം അല്ലെങ്കിൽ 3 പോയിന്റ് അൽഗോരിതം ഇങ്ങനെയാണ്. എം ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എല്ലിലേക്ക് സ്വാപ്പ് ചെയ്യുന്നു, എന്നിട്ട് എമ്മും എല്ലും പ്ലസ് പ്ലസ് അടിക്കുന്നു. എം ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, എം പ്ലസ് പ്ലസ് മാത്രം ചെയ്യുന്നു. പക്ഷെ അഥവാ എം ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ എം 6 സ്വാപ്പ് ചെയ്യുന്നു, 6 മൈനസ് അടിക്കുന്നു. അത്രേ ഉള്ളൂ. സംഭവം ഇഫ് അടിച്ചില്ല.